ഞാൻ പഠിച്ചിരുന്ന കേരളവർമ്മ കോളേജിൽ എന്നെ പഠിപ്പിച്ചൊരു ഭവാനി ടീച്ചറുണ്ട്. ആ ടീച്ചർ കണ്ടപ്പോൾ എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഈ തോക്കൊക്കെ എടുത്ത് പിടിക്കുമ്പോൾ പത്മനാഭന് പേടിയാവില്ലേ? അപ്പോൾ ആ 10-22 വയസ്സിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പാപങ്ങളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴുകി കളയാൻ സർക്കാർ തന്നെ പൈസ തരുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? അപ്പം മോൻ പഠിച്ചിട്ടാണോ പോണത്, എന്താ പഠിച്ചേക്കണേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും പഠിച്ചിട്ടില്ല പ്രത്യേകിച്ച്. പത്മനാഭൻ ഈ ജോലി മിലിറ്ററിയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരോടും ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പം ഞാൻ അയാളുടെ മുഖത്ത് നോക്കി, നമുക്ക് ഇംഗ്ലീഷും അറിയാമെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഹിന്ദി തീരെ അറിയില്ല. അയാൾ ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. ഞാൻ അയാളോട് എടുത്തുടനെ ചോദിച്ചു, പട്ടാളത്തിൽ ചേരാൻ എനിക്ക് യോഗ്യതയുണ്ടോ, ഞാൻ യോഗ്യനാണോ എന്ന് കണ്ടുപിടിക്കാനാണ് സാറിന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. പട്ടാളത്തിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ സാർ എന്നെ പുറത്തേക്ക് പറഞ്ഞയച്ചാൽ ഞാൻ പോയിട്ട് ഭിക്ഷ തണ്ടും, ഞാൻ പോയിട്ട് പഠിപ്പിക്കും, ഞാൻ പോയിട്ട് പാട്ട് പാടും, ഞാൻ പോയിട്ട് എന്തെങ്കിലും ചെയ്ത്, സാർ എന്തിനാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്? നീ ഭീരുവാണെങ്കിൽ ഭീരുവാണെന്നുള്ള കാര്യം അവരോട് തുറന്നു പറ. നീ ഭീരു ആയിരിക്കുകയും ഞാൻ വലിയ ധൈര്യവാനാണെന്ന് അവിടെ പറഞ്ഞാൽ അവർ കണ്ടുപിടിക്കും. എൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ ഈ ചേർത്തിരിക്കുന്ന കേണൽ എന്നുള്ള വാലല്ലാതെ ആ വാൽ എൻ്റെ പേരിൽ നിന്ന് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ വെറും ശൂന്യനാണ്. കേണൽ പത്മനാഭൻ സാർ 3 പതിറ്റാണ്ടിലധികം സൈനിക സേവനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിമുക്ത ഭടന്മാരുടെയൊക്കെ അങ്ങനെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അവർക്കെല്ലാം ഒരു സഹായവും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. സാർ, ഈ ഡിഫൻസിലേക്ക് പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു സൈനിക സേവനത്തിലേക്ക് എത്തുന്നത്? ഇങ്ങനൊരു ചോദ്യം, ലാസ്റ്റ് ചോദ്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ അതൊരു തമാശയായിട്ട് തോന്നും. പക്ഷേ അതിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് എങ്ങനെ പട്ടാളത്തിൽ ചേരാം, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതിനൊരു മെസ്സേജ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു 2-3 വരി പറയാതെ പറ്റില്ല. എൻ്റെ കുടുംബത്തിൽ ഒരു 7 തലമുറ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ആരും മിലിറ്ററിയിൽ ഉണ്ടായിട്ടില്ല. തൃശ്ശൂർ ജില്ലയിൽ ടൗണിൽ തന്നെയുള്ള പൊങ്കുന്നം എന്ന് പറഞ്ഞ പുഷ്പഗിരി ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും NCCയിലോ ഒരു ഫുട്ബോളിലോ അല്ലെങ്കിൽ ഒരു കായിക ഇതിലോ ഒന്നിലും ഞാൻ തരക്കേടില്ലാതെ പഠിക്കും വരും എന്നുള്ള ഒരു ഇതിൽ ഞാൻ പട്ടാളത്തിൽ ചേർന്ന പിന്നെ ഞാൻ പഠിച്ചിരുന്ന കേരളവർമ്മ കോളേജിൽ എന്നെ പഠിപ്പിച്ചൊരു ഭവാനി ടീച്ചറുണ്ട്. ആ ടീച്ചർ കണ്ടപ്പോൾ എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഈ തോക്കൊക്കെ എടുത്ത് പിടിക്കുമ്പോൾ പത്മനാഭന് പേടിയാവില്ലേ? കാരണം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു പത്മനാഭൻ അതായിരുന്നു. എൻ്റെ അമ്മ പറയും, അമ്പലത്തിൽ കഥന കൊട്ടുമ്പോൾ ചെവിയിൽ കൈവച്ചിരുന്ന കൊച്ചായിരുന്നല്ലോ നീ, എങ്ങനെ ഇതിൽ പോയി പെട്ടു? അതൊക്കെ ഒരു ദൈവനിയോഗമായിട്ട് ഞാൻ ഇന്ന് കാണുന്നു. എങ്ങനെ ചേർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 87-88 കാലത്ത് ഞാൻ തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ ഫിസിക്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ MSc ഫിസിക്സും പഠിച്ച് ആ കാലഘട്ടം ആലോചിച്ചാൽ അന്നത്തെ യുവതലമുറയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലിയിൽ കയറുക, എൻ്റെ വളരെ നോർമലായിട്ടുള്ളൊരു ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പ് ഫാമിലി ആയിരുന്നു. എനിക്കൊരു ജോലി കിട്ടേണ്ടത് കുടുംബത്തിൻ്റെ ആവശ്യമായിരുന്നു. അപ്പോൾ ആദ്യം കിട്ടിയ ജോലിയിൽ അങ്ങോട്ട് സെറ്റിൽ ആവുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ആയിരുന്നു അന്ന്. അപ്പോൾ എനിക്ക് MSc കഴിഞ്ഞതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊബേഷണറി ഓഫീസ് പരീക്ഷ ഞാൻ പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പാലക്കാട് ഈ BPL TV ഉണ്ടാക്കുന്ന കമ്പനി കഞ്ചിക്കോട് ഉണ്ടായിരുന്നു. അവരുടെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് ജോലി കിട്ടി നിൽക്കുന്ന സമയമായിരുന്നു. ഞാൻ പഠിച്ച കേരളവർമ്മ കോളേജിൽ തന്നെ അധ്യാപകനാവാനുള്ളൊരു നല്ലൊരു ചാൻസ് തെളിഞ്ഞു വന്ന സമയമായിരുന്നു. എനിക്ക് അധ്യാപകനാവാനായിരുന്നു ശരിക്ക്, അതും കോളേജ് അധ്യാപകനാവാനായിരുന്നു എൻ്റെ ആഗ്രഹം. ഇന്നും ആ ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്നും പല കോളേജുകളിലൊക്കെ പോയി കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം, ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ. ആ പരസ്യത്തിൻ്റെ കട്ടിങ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാനൊരു അവസരം, അത് ടെക്നിക്കൽ എൻട്രി എന്ന് പറഞ്ഞൊരു എൻട്രി ഉണ്ട്. ആ എൻട്രിയിലാണ് ഞാൻ കയറിയതും. എൻജിനീയറിങ് കഴിഞ്ഞവർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞും കയറുന്നവർക്ക്. അപ്പം അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കാണുകയും എല്ലാം ബിടെക്കുകാർ, ബിടെക് ഇലക്ട്രോണിക്സ്, ബിടെക് കമ്മ്യൂണിക്കേഷൻ, ബിടെക്
സിവിൽ എഞ്ചിനീയറിങ്, അങ്ങനെയുള്ളതായിരുന്നു ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇത് എഞ്ചിനീയറിങ്, അതിൻ്റെ പേരും ടെക്നിക്കൽ എഞ്ചിനീയറിങ് കോഴ്സ് എന്നായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ അടുത്ത ലൈൻ വായിച്ചപ്പോൾ MSc ഫിസിക്സ് വിത്ത് ഫോളോയിങ് സബ്ജക്റ്റ് ക്യാൻ ഓൾസോ അപ്ലൈ, അവർക്കും അപേക്ഷിക്കാം. ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിച്ച അതേ സിലബസ്, പക്ഷേ യാതൊരു താല്പര്യമില്ല. കാരണം എനിക്ക് പട്ടാളത്തിൽ ചേരണമെന്ന് യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ ശമ്പള സ്കെയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, തിരക്കേടില്ലാത്ത ശമ്പള സ്കെയിലൊക്കെ ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് ലൈൻ എഴുതിയിരുന്നത് ആദ്യത്തെ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് വരുന്നവർക്ക് ഈ ടെക്നിക്കൽ എൻട്രി ആയിട്ട് കയറുന്നവർക്ക് വേറൊരു പ്ലസ് പോയിൻ്റ്, എൻട്രൻസ് പരീക്ഷയില്ല. നമ്മുടെ മാർക്ക് നോക്കിയിട്ട് അവർ നേരിട്ട് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുകയും ആർമി ഹെഡ് ക്വാർട്ടറിൽ നേരെ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് ചെയ്തത്. SSB ഇൻ്റർവ്യൂ എന്നാണ് ഇതിന്, സർവീസ് സെലക്ഷൻ ബോർഡ്. 3 സ്ഥലത്താണ് അന്നുണ്ടായിരുന്നത്, ഇന്ന് കുറച്ചും കൂടെ ആയിട്ടുണ്ട്. ഭോപ്പാൽ, ബാംഗ്ലൂർ, അലഹബാദ്. അതെവിടെയെങ്കിലും വിളിക്കും. SSB ഇൻ്റർവ്യൂ അത് ഈ അഭിമുഖത്തിൽ പറയാൻ ഒതുങ്ങി നിൽക്കാവുന്നൊരു കാര്യമല്ല. കാരണം അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ശരിക്കും ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ അത് നമുക്ക് വേറെ കവർ ചെയ്യേണ്ട ഒരു ഇതാണ്. ഒരു 4 ദിവസത്തെ ഇൻ്റർവ്യൂ ആണ് SSB ഇൻ്റർവ്യൂ. ഒരു ദിവസത്തെ ഇൻ്റർവ്യൂ അല്ല, അവർ നമ്മുടെ കിടപ്പും നടപ്പും എല്ലാം ഒബ്സർവ് ചെയ്തിട്ടാണ് അവർ എടുക്കുന്നത്. അങ്ങനെ ഈ 3 സ്ഥലത്തേക്ക് പോകാനുള്ള സ്ലീപ്പർ ക്ലാസ് വണ്ടിക്കൂലി തരും എന്ന് പറഞ്ഞ്, ഫ്രീ ആയി അവർ തരും എന്ന് പറഞ്ഞ് അത് എന്നെ അട്രാക്റ്റ് ചെയ്തു. ഞാൻ കേരളം വിട്ട് കോയമ്പത്തൂരിൻ്റെ അപ്പുറത്തേക്ക് ലോകം കാണാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതൊന്നുമില്ലെങ്കിലും കിട്ടണ്ട, നമുക്ക് ഒരു സ്ഥലമെങ്കിലും കണ്ടുവരാമല്ലോ. അതും അകലെയുള്ള അലഹബാദൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മളൊക്കെ ഈ ആൾക്കാർ പറഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ മുഴുവൻ അവിടെ ചെന്ന് മുങ്ങിയാൽ ചെയ്യും. അപ്പോൾ ആ 10-22 വയസ്സിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പാപങ്ങളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴുകി കളയാൻ സർക്കാർ തന്നെ പൈസ തരുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ ഇട്ട് വെച്ചേക്കാം, പോവുകയാണെങ്കിൽ പോവാം. അപ്പോൾ എൻ്റെ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു, നീ അപേക്ഷിച്ച് വെക്ക്, നീ പറയുന്ന കാര്യം ശരിയാണ്, പോയി ഒന്ന് കണ്ടേച്ച് വരാം, വിളിക്കുകയാണെങ്കിൽ അപ്പം നോക്കാം എന്നുള്ള രീതിക്കാണ് അപേക്ഷിച്ചത്. അങ്ങനെ അവർ, എൻ്റെ ആഗ്രഹം നടന്നില്ല, അലഹബാദിലേക്ക് വിളിച്ചില്ലെങ്കിലും ഭോപ്പാലിലേക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഭോപ്പാലിൽ 4 ദിവസം ഇൻ്റർവ്യൂവിന് പോയി. ഒരു പുസ്തകവും ഞാൻ വായിച്ചിട്ടില്ല. ഈ ഇൻ്റർവ്യൂ പാസ്സാവാനായിട്ട് എന്ത് ചെയ്യണം, ഇൻ്റർവ്യൂവിൽ എന്ത് നടക്കും, കാരണം എനിക്ക് പട്ടാളത്തിൽ ചേരണ്ട, അതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ. അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറുകയും വിജയവാഡ ആണെന്ന് തോന്നുന്നു, ആ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു പ്രൊഫസർ വണ്ടിയിൽ കയറി എവിടേക്ക് പോകാമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു SSB ഇൻ്റർവ്യൂവിന് പോവാണ്. അപ്പോൾ ഞാനും SSB ഇൻ്റർവ്യൂവിന് പോയിരുന്നു. 2 പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ മോൻ പഠിച്ചിട്ടാണോ പോണത്, എന്താ പഠിച്ചേക്കണേന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും പഠിച്ചിട്ടില്ല പ്രത്യേകിച്ച്. പുള്ളിക്ക് എന്ത് തോന്നിയെന്ന് അറിയില്ല. അടുത്ത സ്റ്റേഷൻ, വലിയ സ്റ്റേഷൻ കൊണ്ടൂരോ ഏതോ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി പുള്ളി കോമ്പറ്റീഷൻ സക്സസിൻ്റെ SSB ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു പുസ്തകം പുള്ളി പൈസ കൊടുത്ത് വാങ്ങിച്ച്, നീ ഇത് പഠിക്കുക, അവിടെ നിന്ന് ഇനിയും 12 മണിക്കൂർ പോയാൽ ഭോപ്പാലെത്തും. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് വായിക്കുകയും, അപ്പോൾ ആ പുസ്തകം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ഭോപ്പാലിൽ എത്തുന്നവരെ ഈ പുസ്തകം മുഴുവൻ ഒന്ന് വായിച്ച്, അപ്പോൾ ഈ 4 ദിവസത്തിൽ എന്താ സംഭവിക്കാൻ പോണേന്നുള്ളത് നമുക്കൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, തിരിച്ചു വരുന്ന വണ്ടിക്കൂലി എപ്പോൾ തരുവരും എന്നുള്ള തോന്നലിൽ ആണ് പോയത്. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ചെയ്തു. SSB ഇൻ്റർവ്യൂവിനെ കുറിച്ച് പിന്നെ പറയാം, എന്നാലും ഒരു തമാശ പറയാം. അതിൽ ആദ്യം തന്നെ ഫിസിക്കൽ ടെസ്റ്റുകളാണ്. 1 മൈൽ ഓട്ടമുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ നിക്കർ ഇട്ടിട്ട് വേണം ഓടാൻ, വെള്ള ഷൂ ഇടണം. നിക്കർ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇടണം, വലുതായ പിന്നെ. ഷൂ അന്ന് വരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ചപ്പലൊക്കെ ഇട്ടുകൊണ്ടാണ്. അപ്പോൾ അതിന് പോയി വാങ്ങിയാണ്. അപ്പോൾ പുതിയ ഷൂ ഇടുന്നതിൻ്റെ ബുദ്ധിമുട്ട്, എന്നാലും അതൊക്കെ കെട്ടി പോയി. വിഷമമൊന്നും ഉണ്ടായില്ല, കാരണം നമുക്കത് കിട്ടണ്ട, ജോലി കിട്ടണ്ടല്ലോ. അങ്ങനെ പോയി. അപ്പോൾ ഈ 1 മൈൽ ഓട്ടം 400 പേര് ഞങ്ങളുണ്ടായിരുന്നു അന്ന് ആ ഇൻ്റർവ്യൂവിന് വന്നവർ. ഓടിയൊരു 400 മീറ്റർ 500 മീറ്റർ കഴിയുമ്പോഴേക്കും എൻ്റെ കഥ ഒരുവിധം തീരുമാനമായി. ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു 10 പേരും കൂടിയേ ഉള്ളൂ. ബാക്കി എല്ലാവരും മുമ്പോട്ട് പോയി. എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നടക്കാൻ സമ്മതിക്കില്ല അവർ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വലത് കാലത്തെ ലേസ് അഴിഞ്ഞു പോയി, ഷൂ ഊരിപ്പോയി. ഇനി ഞാൻ ഇരുന്ന് ഒന്നാമത് ലേസ് കെട്ടാൻ അറിയില്ല,
ഇരുന്ന് ആ ഷൂ കെട്ടിക്കഴിഞ്ഞാൽ ഈ പിന്നിൽ നിൽക്കുന്ന 10 പേരും എന്നെ ക്രോസ് ചെയ്തു പോകും. ഏറ്റവും അവസാനത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത നാണക്കേട്, എൻ്റെ സെൽഫ് പ്രസ്റ്റേജിനെ എഫക്റ്റ് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു അതിനേക്കാട്ടിലും നല്ലത് ഈ ഇടതുകാലത്തെ ഷൂവും കൂടെ ഊരിക്കഴിഞ്ഞാൽ രണ്ടും തുല്യമായല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇടതുകാലത്തെ ഷൂ ഊരി മറ്റേ ഷൂവും കൈ പിടിച്ച് എത്തുകയും അങ്ങനെ അവസാനത്തെ ആൾ അല്ലാതെ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ മനസ്സ് സന്തോഷിക്കുമായിരുന്നു, നമുക്ക് കിട്ടില്ല, ഏറ്റവും അവസാനത്തെ ആളാണല്ലോ എന്നുള്ള രീതിക്ക്. ഇൻ്റർവ്യൂ കഴിയുകയും ഈ പറഞ്ഞ പോലെ അവസാനത്തെ ദിവസം സെലക്ട് ചെയ്തപ്പോൾ മെറിറ്റിൽ നമ്പർ 1 ആയിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. സത്യം പറയാച്ചാൽ എനിക്ക് 8 പേരാണ് സെലക്ട് ആയത്. എനിക്കിന്നും അറിയില്ല എങ്ങനെയാണ് ഞാൻ, കാരണം ഫിസിക്കലി ഇത് മാത്രമല്ല കുറേ ഉണ്ടായിരുന്നു, അതിലൊക്കെ ഞാൻ മോശമായിരുന്നു. എൻ്റെ ഒരു സ്റ്റെയർ കേസ് കയറിയിട്ട് കയറിലേക്ക് ചാടി അത് പിടിച്ചിറങ്ങണ, അത് ചാടിയപ്പോഴേക്കും ഞാൻ തെന്നി വീഴുക, എൻ്റെ 2 കൈയിലും തോല് പോയി ബാൻഡേജൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു. പിന്നെ മറ്റുള്ള ഇൻ്റർവ്യൂ ഒക്കെ അതിലെനിക്ക് ഏറ്റവും ഓർമ്മ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ ഏറ്റവും വലിയ ആൾ ബ്രിഗേഡിയറോ മേജർ ജനറലോ നമുക്കതൊന്നും കണ്ടാൽ അറിയില്ല അന്ന്. അയാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, പത്മനാഭൻ ഈ ജോലി മിലിറ്ററിയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരോടും ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പം ഞാൻ അയാളുടെ മുഖത്ത് നോക്കി, നമുക്ക് ഇംഗ്ലീഷും അറിയാമെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഹിന്ദി തീരെ അറിയില്ല. അയാൾ ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. ഞാൻ അയാളോട് എടുത്തുടനെ ചോദിച്ചു, പട്ടാളത്തിൽ ചേരാൻ എനിക്ക് യോഗ്യതയുണ്ടോ, ഞാൻ യോഗ്യനാണോ എന്ന് കണ്ടുപിടിക്കാനാണ് സാറിന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. പട്ടാളത്തിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ സാർ എന്നെ പുറത്തേക്ക് പറഞ്ഞയച്ചാൽ ഞാൻ പോയിട്ട് ഭിക്ഷ തണ്ടും, ഞാൻ പോയിട്ട് പഠിപ്പിക്കും, ഞാൻ പോയിട്ട് പാട്ട് പാടും, ഞാൻ പോയിട്ട് എന്തെങ്കിലും ചെയ്തു. സാർ എന്തിനാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്? അപ്പോൾ എൻ്റെയും സാറിൻ്റെയും വിലപ്പെട്ട സമയം സാറ് വേസ്റ്റ് ചെയ്യരുത്. പിന്നീട് ആ ടീമിലുണ്ടായിരുന്ന, ആ ഇൻ്റർവ്യൂ ടീമിലുണ്ടായിരുന്ന ഒരു മേജർ കട്ടോച്ച് എൻ്റെ സിഗ്നൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിരുന്നു. ഞാൻ പുള്ളീനെ 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ ജമ്മുവിൽ വെച്ച് കാണുകയും ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു, നിൻ്റെ ആ ഒരൊറ്റ ഉത്തരത്തിലാണ് നീ പിടിച്ചു കയറിയത്. അപ്പോൾ ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറയോട് SSBയിൽ പോകാനും പട്ടാളത്തിൽ ചേരാൻ താല്പര്യമുള്ളവരോട് ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ കൂടുതൽ ട്രെയിനിങ് എടുത്ത് കൂടുതൽ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തത്തമ്മേ പൂച്ച പൂച്ച എന്നുള്ള രീതിക്ക് ഇത് പറയുവാണെങ്കിൽ നീ വായ തുറക്കുമ്പോഴേക്കും അവർ കണ്ടുപിടിക്കും. അവർക്ക് വേണ്ടത് ഒറിജിനാലിറ്റിയാണ്. നീ ഭീരുവാണെങ്കിൽ ഭീരുവാണെന്നുള്ള കാര്യം അവരോട് തുറന്നു പറ. നീ ഭീരുവായിരിക്കുകയും ഞാൻ വലിയ ധൈര്യവാനാണെന്ന് അവിടെ പറഞ്ഞാൽ അവർ കണ്ടുപിടിക്കും. അപ്പോൾ നീ ഭീരുവാണെന്നുള്ള കാര്യം നിനക്ക് നെഗറ്റീവായി. നീ നിൻ്റെ മനസ്സിലുള്ള കാര്യമല്ല അവിടെ ചെയ്യുന്നത്, അവിടെ പറയുന്നത് എന്നുള്ളൊരു കാര്യം. എൻ്റെ കേസിൽ വെട്ടി തുറന്നത് പറഞ്ഞതുകൊണ്ട് ഫിസിക്കലൊക്കെ നമുക്ക് 1 വർഷം ട്രെയിനിങ് ഉണ്ട്. അങ്ങനെ കമാൻഡർ പ്രസിഡൻറ്റ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഫിസിക്കലൊക്കെ നമുക്ക് ട്രെയിനിങ്ങിൽ ശരിയാക്കാം, ഇതുപോലെയുള്ള പിള്ളേരാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ കുട്ടികൾ SSB ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ട്രെയിനിങ് എടുത്തോ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ രീതിയിൽ തന്നെ അവതരിപ്പിച്ച് ഇംഗ്ലീഷിൽ ഫിയർ ഓഫ് ഔട്ട്കം, അയ്യോ ഇതിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഇൻ്റർവ്യൂവിനും ബാധകമാണ്. നമ്മളങ്ങനെ ആ ഭയത്തിലല്ലാതെ നമ്മൾ നാച്ചുറലായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിലും അത് നിൻ്റെ പോസിറ്റീവായിട്ട് കണക്കാക്കും. അങ്ങനെ യാതൊരു താല്പര്യമില്ലാതെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ല, കിട്ടണ്ട എന്ന് നിർബന്ധമായിട്ട് ഞാൻ പോയി. പക്ഷേ അത് ഇൻ്റർവ്യൂ ബോർഡിനൊരു മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 30-32 കൊല്ലം സർവീസ് ഞാൻ നിൽക്കുകയും ഞാനിപ്പോൾ ഡ്രസ്സിലല്ല, എനിക്ക് 5 പട്ടാള മേധാവിമാരുടെ വേറെ മേധാവിമാരുടെ 5 മെഡലുകൾ അത് കിട്ടുകയും കാർഗിൽ വാറിൽ ഞാൻ പങ്കെടുക്കുകയും ജീവനോട് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കേണൽ റാങ്ക് വരെ ഉയരാനും ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഇഷ്ടമില്ലാതെ ചേരുവാണെങ്കിലും ഇത് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇതൊരു ജോലിയല്ലെന്നും ഇതൊരു സംഭവമാണ്, ഇത് വലിയൊരു കുടുംബമാണ്, നമ്മുടെ കുടുംബത്തിനാട്ടിലും വലിയൊരു കുടുംബമാണ്. അങ്ങനെ ഒരു ബോണ്ടേജ് ഉണ്ടെങ്കിലേ പട്ടാളം പോലെയുള്ള ഒരു കാര്യമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരു യുദ്ധത്തിന് അവിടെ ചെന്ന് അല്ലെങ്കിൽ അതുപോലൊരു സിറ്റുവേഷനിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഈ മാസത്തെ പെൻഷൻ ക്രെഡിറ്റ് ആവട്ടെ,
അതിനനുസരിച്ച് വെടിവെക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാം എന്നുള്ളൊരു ഇതാണെങ്കിൽ പട്ടാളം പോലെയൊരു സംഭവം നടക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് എന്നെ തിരഞ്ഞെടുത്തതിൽ മിസ്റ്റേക്ക് പറ്റിയോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാൻ ആളല്ല, എനിക്കങ്ങനെ തോന്നാറുണ്ടെങ്കിലും. പക്ഷേ ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് എൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ ഈ ചേർത്തിരിക്കുന്ന കേണൽ എന്നുള്ള വാലല്ലാതെ ആ വാലെൻ്റെ പേരിൽ നിന്ന് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ വെറും ശൂന്യനാണ് എന്നുള്ള തോന്നുന്ന ഒരു രീതിയിലേക്ക് ആ വലിയൊരു കുടുംബവും പിന്നെ ആ ഒരു പർപ്പസ്, ഒരു നേഷൻ ബിൽഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ വൺ നേഷൻ ഫസ്റ്റ് എന്നുള്ളൊരു ഫീലിങ്, ആ ഒരു തോന്നൽ അതിലേക്കൊക്കെ കടന്നു വന്നത് വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കാത്തതെയും എനിക്ക് പറഞ്ഞു വെച്ചിട്ടില്ലാത്ത ഒരു ഇതിലേക്ക് ചേർന്നതും ആ മിലിറ്ററിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അത് നമ്മുടെ മിലിറ്ററി ജീവിതത്തിൽ മാത്രമല്ല, അത് നമ്മുടെ പൊതുജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും എല്ലാം വ്യത്യാസം വരും. ഓഫീസർ റാങ്കിൽ തന്നെ കയറാൻ പറ്റി, അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ എങ്ങനെ ചേർന്നു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ലൈനിൽ ഉത്തരം പറയാന്ന് വെച്ചാൽ ആഗ്രഹം ഉണ്ടായിട്ട് ചേർന്നതല്ല, പക്ഷെ ചേർന്ന് കഴിഞ്ഞ പിന്നെ. അപ്പോൾ അതല്ലെങ്കിലും ഏത് ജോലിയാണെങ്കിലും യുവതലമുറയോട് പലരും പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഞാനും പറയുവാണ്, എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്താണോ കിട്ടുന്നത് അതിനോട് പരമാവധി ലോയൽറ്റിയും കൂറും എല്ലാം കാണിച്ച് അതിൽ ബെസ്റ്റായിട്ട് നമ്മൾ മാറുക. അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പരമാവധി. എനിക്ക് വളരെ സന്തോഷവും പട്ടാളത്തിൽ തന്നെ ചേരാൻ എനിക്കൊരവസരം കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവത്തോട് നന്ദിയല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ സിഗ്നൽസിലേക്കാണോ നേരിട്ട് കയറുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു പരിശീലനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മറ്റുള്ള ഇൻഫൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഇതിൻ്റെ പട്ടാളത്തിൻ്റെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് സിഗ്നൽസിൽ തന്നെ കിട്ടി. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ട്രെയിനിങ് കഴിയുമ്പോൾ നമ്മുടെ അവിടുത്തെ പെർഫോമൻസിനനുസരിച്ചാണ് ഓരോരുത്തർക്ക് ചോയ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ജോയിൻ ചെയ്യാൻ താല്പര്യം. അപ്പോൾ കുറേ പേര് ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടാവും എനിക്ക് ഇൻഫൻട്രി കിട്ടണം. ഓരോരുത്തരുടെ ഫീലിംഗ് ഓരോന്നാണ്. ചിലവർക്ക് മുമ്പ് പോയി ഫൈറ്റ് ചെയ്യുന്ന ഇൻഫൻട്രി തന്നെ വേണം നിർബന്ധമുള്ളവരുണ്ട്. ചിലവരുടെ അച്ഛന്മാർ ഇൻഫൻട്രിയിലായിരുന്നിരിക്കും, അപ്പോൾ എനിക്ക് അച്ഛനെ പോലെ ഇൻഫൻട്രിയിൽ ചേരണം എന്ന് പറഞ്ഞവർ, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും. അപ്പോൾ ആക്ച്വൽ ഫൈറ്റിംഗ് എന്ന് പറയുന്ന ബോർഡറിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവർ ഇൻഫൻട്രി, ആർട്ടിലറി, ആർമഡ് എന്ന് പറഞ്ഞ 3 ഇതാണ്. പിന്നൊരു ഈക്വലി ഫൈറ്റിംഗ് ആംസ് ആണെങ്കിലും സപ്പോർട്ടിംഗ് ടേംസിലാണ് ഈ സിഗ്നൽസ്, എൻജിനീയേഴ്സ് എന്നൊക്കെ പറഞ്ഞ. സിഗ്നൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ബേസ്ഡും കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ സിവിലിൽ BSNL പോലെ കമ്മ്യൂണിക്കേഷൻ, IT, ഇലക്ട്രോണിക് വാർഫെയർ, സൈബർ സെക്യൂരിറ്റി, ഇൻ്റർനെറ്റ് ബേസ്ഡുള്ള എല്ലാം നോക്കുന്ന, ഇപ്പോൾ ഇൻഫർമേഷൻ വാർഫെയർ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സിഗ്നൽസ്. എനിക്കങ്ങനെ ഒരു ചോയ്സ് കൊടുക്കേണ്ടി വന്നില്ല. കാരണം ഞാൻ ഇവിടുന്ന് MSc ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക് സ്പെഷ്യലൈസേഷൻ പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാരണം കൊണ്ട് സിഗ്നൽസ് വേണ്ട എന്ന് പറയുമായിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളായിരുന്നുള്ളൂ. ഈ പട്ടാളത്തിനെക്കുറിച്ച് തന്നെ ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ സിഗ്നൽസ് നല്ലതാണോ ചീത്തയാണോ എന്ന് പിന്നെ ആകെ കൂടി ഒരു സമാധാനം, നമ്മൾ പഠിച്ച അതേ സബ്ജക്റ്റിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് പോയതുകൊണ്ട് അത് ഈ ടെക്നിക്കൽ എൻട്രിയിൽ മാത്രമേ അങ്ങനെ നടക്കുകയുള്ളൂ. കാരണം സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു പോയാൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ബ്രിഡ്ജ് കെട്ടുക, റോഡ് കൺസ്ട്രക്ട് ചെയ്യുക, മൈൻ കുഴിച്ചിടുക, മൈൻ പുറത്തേക്ക് എടുക്കുക, ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് എഞ്ചിനീയേഴ്സ്. അതുപോലെ മെക്കാനിക്കലൊക്കെ പഠിക്കുന്നവർ, ഇലക്ട്രിക്കൽ പഠിച്ചു പോകുന്നവർക്ക് EME കോർ എന്ന് പറഞ്ഞ് ഇതൊക്കെ റിപ്പയർ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലും നാഷണൽ ഡിഫൻസ് അക്കാഡമി പോലെയുള്ള സ്ഥലങ്ങളിലും ട്രെയിനിങ് കോമണാണ്. എല്ലാവർക്കും ഒരു സോൾജറാക്കി മാറ്റുക. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 22 വയസ്സ് വരെ MSc പഠിച്ച് കഴിയുന്നത് വരെ നമ്മളൊരു സിവിലിയനായിട്ട് ജീവിച്ച ആൾ ഒരു കൊല്ലം, എൻ്റെയൊക്കെ ടെക്നിക്കൽ എൻട്രി ആയതുകൊണ്ട് 1 കൊല്ലം ട്രെയിനിങ്ങേ ഉള്ളൂ. ഒരു ജൂണിൽ ചേർന്നു, ജൂലൈയിൽ ചേർന്നു, അടുത്ത ജൂണിൽ ഞാൻ പാസ് ഔട്ടായി. ഈ 1 കൊല്ലം കൊണ്ട് നമ്മുടെ താഴെയുള്ള 20ഉം 22ഉം കൊല്ലം സർവീസുള്ള ജവാന്മാരെ നയിക്കാനുള്ള രീതിയിൽ നമ്മളൊരു ഓഫീസറാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് കോമണാണ്.
അതിൽ സിഗ്നൽസ്, ഇൻഫൻട്രി, മറ്റേത് മറിച്ച് വ്യത്യാസമില്ല. എല്ലാവർക്കും ഒരേ ടെസ്റ്റുകളാണ്, ഒരേ സമയങ്ങളാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി അവിടുത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചു കൊടുക്കുന്നത്. അത് ബൈ ഡിഫോൾട്ട് നല്ല ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയവരും ഉണ്ട്, അയാൾക്കത് വേണ്ടിയിട്ടല്ല, പക്ഷെ കിട്ടി. അതിൽ ചേർന്ന പിന്നെ സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ് തുടങ്ങുന്നത്. സിഗ്നൽസിൽ ഇപ്പോൾ ഞാൻ സിഗ്നൽസ് ആയതുകൊണ്ട് പറയുകയാണ്, അങ്ങനെ കയറിയവർക്ക് മിലിറ്ററി കോളേജ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറിംഗ് കോളേജ് മധ്യപ്രദേശ് ഇൻഡോറിൻ്റെ അടുത്ത് മൗ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 6 മാസത്തെ ബേസിക് യൂണിറ്റ് ലൈഫ് എങ്ങനെയുണ്ട്. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ ജമ്മുവിൻ്റെ അടുത്തുള്ള നഗരോട്ട, ജമ്മു നിന്ന് ശ്രീനഗറിലേക്ക് പോണ വഴിയിലാണ്, അവിടെയാണ് കിട്ടിയത്. ഒരു 6 മാസത്തെ നമ്മൾ ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഒരു 6 മാസത്തെ ട്രെയിനിങ്ങിന് വിടും. അവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇലക്ട്രോണിക്സ് പട്ടാളത്തിലേക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാം, പട്ടാളത്തിൽ എന്തൊക്കെ ടൈപ്പ് എക്യുപ്മെൻ്റാണ് ഉപയോഗിക്കുന്നത്, എന്ത് ടൈപ്പ് ഡ്യൂട്ടിയാണെന്നുള്ള പിന്നെ അവിടെ നിന്ന് അഡ്വാൻസ് ട്രെയിനിങ് ഉണ്ട്, എൻജിനീയറിങ് കൂടുതലായിട്ട് പോകുന്ന ട്രെയിനിങ് ഉണ്ട്, ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ്ങുകൾ, അതെല്ലാം നടക്കുന്നത് ഈ എൻജിനീയറിംഗ് കോളേജിൽ വെച്ച്. അതിൻ്റെ എക്സ്പെർട്സാണ് നമ്മളെ, അവർ ഓഫീസേഴ്സാണ്, അവർ നമ്മളെ പഠിപ്പിച്ച് തരുന്നത്. പിന്നെ അത് വെച്ചിട്ട് വളരെ മിടുക്കന്മാരായിട്ടുള്ള ചിലവർ എബ്രോഡൊക്കെ പോയി പഠിക്കുന്നവർ, എനിക്കങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ അന്നത്തെ എക്യുപ്മെൻറ്റൊക്കെ ഹംഗറി ബേസ്ഡ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ അതിൽ വളരെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ കൂടുതൽ എക്സ്പെർട്ടാക്കാൻ വേണ്ടി ഹംഗറിയിലേക്ക് വിട്ട് 3 മാസത്തെ ട്രെയിനിങ് കൊടുത്ത്, ഞാൻ നേരിട്ട് പോയിട്ടില്ലെങ്കിലും അങ്ങനെ ട്രെയിനിങ് എടുത്തവരുടെ താഴെ അവരാണ് നമ്മളെ ഈ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കും ആ ലെവലിലേക്കൊക്കെ ഉയർന്നു വരാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ്ങിലേക്ക് പിന്നീട് പോകുന്നത്.